ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വ്ലോഗ്. ഇന്ന് എത്തിയിരിക്കുന്നത് കുട്ടികൾക്കുള്ള ഒരു സിമ്പിൾ പട്ടുപാവാട തുന്നുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് സൈസ് 20 വരുന്ന ഒരു ഡ്രസ്സിൻ്റെ റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ മെഷർമെൻറ്റ് എൻ്റെ മോൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. സൈസ് 18 or 20 അതിന് ഈ അളവ് മതിയായിരിക്കും. അവൾ ശരിക്കും 3.5 വയസ്സായെങ്കിലും അതിനുള്ള ആളില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറവ് അളവ് എടുത്തിട്ടുള്ളത്. ഒരു 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്ക് പാകമായ അളവാണിത്. അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ ഈ പറയുന്ന അളവുകൾ എടുത്താൽ ഇതേപോലെ ഫോളോ ചെയ്താൽ വൃത്തിയായിട്ട് തുന്നിയെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ. സ്കേർട്ടും ടോപ്പും ബ്ലാക്കാണ് ടോപ്പിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ടോപ്പിൻ്റെ ആദ്യം കട്ട് ചെയ്യാൻ ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. 4 ലെയറാണ് ഇതിലുള്ളത്. ഉൾവശത്താണ് ഇതിൻ്റെ നല്ല ഭാഗം വരുന്നത്. അത്യാവശ്യം വേണ്ട വിഡ്ത്തും ഹൈറ്റും വേണ്ട മെഷർമെൻറ്റിൻ്റെ ഏറ്റവും മാക്സിമം വരുന്ന ലെങ്ത്തും വിഡ്ത്തും വെച്ചിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഒരു കഷ്ണം മുറിക്കാതെ നേരിട്ട് തുണിയിൽ നിന്ന് വെട്ടിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ഷോൾഡർ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 4 ആണ്. ദെൻ 1/4 ഇഞ്ച് അതിന് സീം അലവൻസ് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ 1/2 ഇഞ്ച് താഴെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് സ്റ്റിച്ച് വരാൻ പോകുന്നത്. 1/2 ഇഞ്ചാണ് തുമ്പ് വിടുന്നത് ഷോൾഡറിൽ. 1/4 ഇഞ്ച് സ്ലോപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തത്. ഞാൻ ഷോൾഡറിൻ്റെ വിഡ്ത്ത് 1.5 ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ. ആ 1.5 ഇഞ്ച് വരച്ചതിലേക്ക് ആ സ്ലോപ്പ് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ചെരിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കയ്യിൻ്റെ ഭാഗത്തേക്ക് സ്ലോപ്പ് കൊടുക്കുക. ദെൻ താഴേക്ക് ചെസ്റ്റിൻ്റെ ലൈൻ എടുത്തിട്ടുള്ളത് 4.5. ഇനി ആ 4.5-ൽ ഒരു ഹൊറിസോണ്ടൽ ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് ലൈനിൽ 5.5-ലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ചെസ്റ്റ് റൗണ്ട് വരുന്നത് 22 ആണ്. 22/4 ആണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് ആം ഹോൾ കേവ് ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു കേവായിട്ട്. ദെൻ അതിനൊരു 1/2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തു പാരലായിട്ട്. ദെൻ അടുത്തത് വേസ്റ്റ് ലൈന് ഞാൻ 8.5-ലാണ് മാർക്ക് ചെയ്യുന്നത്. 8.5-ൽ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ 20 ആണ് വേസ്റ്റ് റൗണ്ട്. സോ അത് 20/4 5-ൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് 12ഉം ഒരു 1 ഇഞ്ച് സീം അലവൻസ് ഞാൻ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 12 to 14 ഉള്ളിൽ എത്ര വേണമെങ്കിൽ കൊടുക്കാം. ഒരു ചെറിയതാണെന്നുണ്ടെങ്കിൽ 12 or 11, അതിന് 14 ഒക്കെ ആണെങ്കിൽ നല്ല ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര വേണമെങ്കിൽ കൊടുക്കാം. അവിടുത്തെ വിഡ്ത്ത് 6 ആണ് മാർക്ക് ചെയ്ത് കൊടുത്ത്. ദെൻ 1 ഇഞ്ച് സീം അലവൻസ് എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ സൈഡ് കംപ്ലീറ്റ് ബോഡി ഷേപ്പ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ 1.5 എടുത്ത് ആ ഷോൾഡറിൻ്റെ ഏതാണ്ട് മിഡിൽ നിന്ന് 4.5 ഡയഗണലി നടുക്കിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ്റ് അല്ലേ, അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ കട്ട് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുത്തു. ഇത് ഫ്രണ്ട് പീസാണ്. ദെൻ അതിൻ്റെ നെക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. വെറും റൗണ്ട് നെക്ക്, സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് കൊടുക്കുകയാണ്. അതിന് 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതേപോലെ ബാക്ക് പീസിന് ഞാൻ സ്ട്രെയിറ്റ് മേലേന്ന് താഴേക്ക് ഒരു 1.5-ലാണ് ഇറക്കം കൊടുക്കുന്നത്. ദെൻ അതും ഒരു റൗണ്ട് നെക്കായിട്ട് കൊടുത്തിട്ട് സീം അലവൻസ് 1/4 ഇഞ്ച് തന്നെ വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്രീ എൻഡുകൾ വൃത്തിയായി തുന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം. അതിന് ഞാൻ ആദ്യം ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഷോൾഡർ രണ്ടും 1/2 ഇഞ്ച് സീം അലവൻസിൽ ജോയിൻ ചെയ്തു. അതിന് ശേഷം ഇങ്ങനത്തെ ക്രോസ് പീസ് എടുത്തിട്ട് സ്ലീവിലും അതുപോലെ നെക്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആദ്യം സ്ലീവിൽ കാണിക്കാം. ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് എൻ്റെ കൂടെ 1/4 ഇഞ്ച് സീം അലവൻസിൽ തുന്നി കൊടുക്കുക. ഒറ്റ സ്റ്റിച്ച് ഇടുക. അതിന് ശേഷം ഇനി ഇത് ചെയ്യേണ്ടത്, ഇതിനെ ഇങ്ങനെ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് തുമ്പ് ചേർത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് 1/2 മടക്കിയിട്ട് കംപ്ലീറ്റ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് എഡ്ജ് കിട്ടും. ഇനി അതേപോലെ അടുത്ത പീസിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് വെച്ചിട്ട് നെക്കിന് സെയിം പ്രോസസ്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഞാൻ സ്ലീവ്സും അതേപോലെ നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരേപോലെയാണ് രണ്ടും ചെയ്തിട്ടുള്ള പ്രോസസ്സ്. ഇനി അതിന് ശേഷം ബോഡി പാർട്ടും സൈഡിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് സീം അലവൻസിലെ ഇട്ട്. അപ്പോൾ അടിയിൽ ഞാൻ സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് മേലേക്ക്, അതായത് നമ്മൾ ഫ്രീ എൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുമ്പ് വിട്ടിട്ടുള്ള 1 ഇഞ്ച് കഴിഞ്ഞ് 1.5 ഇഞ്ച് മേലെ വെച്ചിട്ട് സ്റ്റിച്ച് നിർത്തി. അതിനുശേഷം എങ്ങനെയാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ വിശദമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ അങ്ങനെ 2 സൈഡിലും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം അടിഭാഗം അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വീണ്ടും അര ഇഞ്ചാക്കി മടക്കിയിട്ട് 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ട്രെയിറ്റ്. അതുകൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാണ് നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സ്ലിറ്റ് വരേണ്ടത്. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കാം. അതിനായിട്ട് 4ആയിട്ട് മടക്കിയിട്ടാണ് ഞാനിപ്പോൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഈ അടിഭാഗത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, അവിടെ നല്ല എൻഡായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ ടോട്ടൽ 18 ലെങ്ത്ത് വേണം. അപ്പോൾ ഞാൻ 16.5 ആണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. 16 ലെങ്ത്തും 1/2 ഇഞ്ച് സീം അലവൻസും ദെൻ 2 ഇഞ്ച് ബാൻഡിന് വരും. സോ 16.5 ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബോക്സ് പ്ലീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറ്റത്ത് ഒരു 1 ഇഞ്ച് അര ഇഞ്ചോ എത്ര തുമ്പ് വേണ്ട വെച്ചാൽ അത് വിട്ടതിന് ശേഷം 3 ഇഞ്ചിലാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാം 3 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഈ മാർക്കുകൾ കാണുന്നത്. അങ്ങനെ ത്രൂ ഔട്ട് വേണ്ട സ്കേർട്ടിൻ്റെത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. രണ്ടാമത്തെ ലൈൻ എടുത്തിട്ട് ഞാൻ ആദ്യത്തേതിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു പ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പ്ലീറ്റ്സ് ഓരോന്നും നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് നല്ല വൃത്തി ഉണ്ടായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് മാർക്ക് എടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ വൺ സൈഡ് ആയിട്ടുള്ള പ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്കല്ല ജോയിൻ ചെയ്യുക. ഇതങ്ങനെയല്ല, നമ്മൾ ഒരെണ്ണം റൈറ്റിലേക്ക് ഒരെണ്ണം ലെഫ്റ്റിലേക്ക്. ദെൻ അടുത്തതും അതേപോലെ ചെയ്യണം. അടുത്ത മാർക്ക് എടുത്തിട്ട് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തതിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക, റൈറ്റിലേക്ക്. ദെൻ പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് മാർക്ക് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഓൾവേസ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരേ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ദെൻ ഓരോന്നിനെയും എടുത്തിട്ട് റൈറ്റിലേക്ക്, അതിൻ്റെ തൊട്ടടുത്തുള്ളത് ലെഫ്റ്റിലേക്ക്. ദെൻ അടുത്ത സെറ്റ് 2 കൺസിഡർ ചെയ്യുക, റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക്. അങ്ങനെ കംപ്ലീറ്റ് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് പ്ലീറ്റ്സ് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മേലെ കൂടെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ മേലെ ഞാനൊരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആ പ്ലീറ്റ്സിനെ അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പ്ലീറ്റ്സ് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് നേരെ വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിനെ ഞാൻ മടക്കി വെച്ചു, നല്ല വശം ഉള്ളിലേക്കൊക്കെ മടക്കി വെച്ചിട്ട് സൈഡിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ വേണ്ട വേസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അല്ലെങ്കിൽ ഹിപ്പിലെ വിഡ്ത്ത് എത്രയാണോ അത് 18 ആയിരുന്നു റൗണ്ട്. അപ്പോൾ ഞാൻ 9 മാർക്ക് ചെയ്തിട്ട് സൈഡ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഫുൾ ക്ലോസ് ചെയ്തു. ഇനി ഒരു വേസ്റ്റ് ബാൻഡ് എടുക്കുന്നത് 3.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നമ്മൾ താഴെ സ്കേർട്ടിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് അതേപോലെ ലെങ്ത്തിൽ നമുക്ക് ഇതിനോട് ജോയിൻ ചെയ്യാൻ പറ്റണം. അത്രയും ലെങ്ത്ത് ഇതിനും വേണം. അപ്പോൾ ഇതും ഞാൻ 2ആക്കി മടക്കി വെച്ചു, നല്ല വശം ഉള്ളിലേക്കാക്കി 2ആക്കി മടക്കി വെച്ചു. ദെൻ സ്കേർട്ടിൻ്റെ ആയിട്ട് മാച്ച് ചെയ്ത് കിട്ടുന്ന രീതിയിൽ അതേ 9 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇത് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാനിതിങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് വെക്കുന്നത്. സ്കേർട്ടിൻ്റെ അറ്റത്തേക്ക് ഇതിനിങ്ങനെ കയറ്റി വെച്ചു. ബാൻഡിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ റോങ് വശവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ്, തെറ്റിപ്പോകരുത്. ദെൻ അതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ റൗണ്ട് കംപ്ലീറ്റ് 18 ഇഞ്ച് റൗണ്ട് രണ്ടും മാച്ച് ചെയ്യുന്ന രീതിയിലാണല്ലോ മെഷർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് എക്സസ് ഒന്നും വരില്ല. അങ്ങനെ വട്ടത്തിൽ പിൻ ചെയ്ത് കൊടുത്ത് 1/2 ഇഞ്ച് തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 1/2 ഇഞ്ച് തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് നിവർത്തുക ബാൻഡിനെ. ദെൻ സ്കേർട്ടിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ അതിനെ മറച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബാൻഡിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ അതിനെ മടക്കിയെടുക്കണം. അപ്പോൾ അതിന് അറ്റം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. അതിനുശേഷം സ്കേർട്ടിൻ്റെ ഈ വക്കിലെ സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ ബാൻഡുമായിട്ട് ജോയിൻ ചെയ്ത സ്റ്റിച്ചെല്ലാം മറഞ്ഞു പോകുന്ന രീതിയിൽ അതിനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഡിസ്റ്റൻസ് വിടുക, എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ ഇടാൻ വേണ്ടിയിട്ട്. അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടേക്കുക. അപ്പോൾ ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇത്രയും ഡിസ്റ്റൻസ് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഇനി അതിലൂടെ എലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് എലാസ്റ്റിക്കിനെ
കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇലാസ്റ്റിക് 15 ഇഞ്ചസാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഫ്ലിപ്പായി പോയിട്ടില്ലല്ലോ എന്ന് കറക്റ്റ് നോക്കുക. അതിന് ശേഷം രണ്ടറ്റം കൂടെ ജോയിൻ ചെയ്തു ഒരു 1/2 ഇഞ്ചൊക്കെ അത് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ അറ്റം ഒരു 1/2 ഇഞ്ചൊക്കെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്നിലധികം സ്റ്റിച്ച് എന്തായാലും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനെ ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ ഈ വിട്ടുപോയ ഭാഗത്ത് സ്റ്റിച്ച് വെച്ച് അതും കൂടെ കവർ ചെയ്യുക. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്, ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് തുണി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പായി പോവാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇലാസ്റ്റിക് കൂട്ടിയിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 1-2 സ്റ്റിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് തുന്നുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരടി മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് പ്ലീറ്റ്സ് എല്ലാം നേരെ വെച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിൽ പ്രത്യേകിച്ച് വേറെ ഡിസൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ബീഡ്സ് വെച്ചിട്ട് നെക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിനിഷ് ചെയ്ത ലുക്ക്. ഇപ്പോൾ ഇത് ഹെവിയായി ഡിസൈനൊന്നും ഇല്ലാതെ ഏതൊരു ബിഗിനർക്കും ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്, എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.